ബെൽജിയത്തിലെ ലേയിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ജൂലിയാന അന്നൊരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ നിമിഷം സിസ്റ്റർക്ക് ഒരു ദർശനത്തിൽ യേശു പ്രത്യക്ഷപ്പെടുകയും വിശുദ്ധ കുർബാനയുടെ പുകഴ്ചയ്ക്കും ആരാധനയ്ക്കുമായി ഒരു ദിവസം ആചരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. 1208 വിശുദ്ധ ജൂലിയാനയ്ക്ക് ഈ ദർശനമുണ്ടായത്. 20 വർഷത്തോളം ജൂലിയാനയ്ക്ക് ദർശനം പിന്നീട് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരുന്നു. തനിക്ക് ലഭിച്ച ദർശനവും യേശു ആവശ്യപ്പെട്ട കാര്യവും ജൂലിയാന രൂപതാധ്യക്ഷനായിരുന്ന ബിഷപ്പ് റോബർട്ടിനെയും ഡൊമിനിക്കൻ വൈദികനായിരുന്ന ഹ്യൂഗോ സെന്റ് ഷീറിനെയും അറിയിച്ചു. കൃത്യമായ ദൈവിക ദർശനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം അറിയിച്ചതെന്ന് വിവേചിച്ചറിഞ്ഞ ബിഷപ്പ് 1246 മുതൽ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ രൂപതാ തലത്തിൽ ആചരിക്കുവാൻ തീരുമാനിച്ചു. പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാളിന് ശേഷമുള്ള വ്യാഴാഴ്ചയാണ് പരിശുദ്ധ കുർബാനയുടെ തിരുനാളായി ആചരിക്കാൻ അദ്ദേഹം തിരഞ്ഞെടുത്തത്. ആഗോളതലത്തിൽ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആചരിക്കുന്നതിനു മുൻപ് ലോകത്തിൽ പരിശുദ്ധ കുർബാനയുടെ ആദ്യ തിരുനാൾ ആഘോഷിക്കപ്പെട്ടത് ഇപ്രകാരമായിരുന്നു. പിന്നീട് അനേക വർഷങ്ങൾക്ക് ശേഷമാണ് ആഗോള സഭ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആചരിച്ചത്. ഉർബൻ 4 പാപ്പയാണ് ആഗോള സഭയിൽ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ പ്രഖ്യാപിച്ചത്. 1264 ഓഗസ്റ്റ് 11 ട്രാൻസിറ്റൂറാസ് ദെ ഹോക് മൂന്തോ എന്ന പേപ്പൽ ബുൾ വഴിയായിരുന്നു ഈ പ്രഖ്യാപനം പാപ്പ നടത്തിയത്. പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാളിന് ശേഷം വരുന്ന വ്യാഴാഴ്ചയാണ് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഉയർപ്പ് തിരുനാൾ കഴിഞ്ഞ് 60-ാം ദിവസമാണ് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ. കോർപ്പസ് ക്രിസ്റ്റി എന്നും കോർപ്പസ് ഡൊമിനി എന്നും ഈ തിരുനാളിനെ വിളിക്കാറുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്ത് റോമിൽ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ വ്യാഴാഴ്ചയ്ക്ക് പകരം അതിനടുത്ത ഞായറാഴ്ചയാണ് നടത്തിയിരുന്നത്. കൂടുതൽ ആളുകൾക്ക് പങ്കെടുക്കുന്നതിനും പ്രവൃത്തി ദിനത്തിൽ സാധാരണ ജനങ്ങൾക്ക് അസൗകര്യമാകുന്ന വിധത്തിൽ ഉടലെടുക്കുന്ന ഗതാഗത തടസ്സം ഒഴിവാക്കുന്നതിനുമായിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ക്രമീകരണം നടത്തിയത്. അന്നേ ദിവസം ദിവ്യകാരുണ്യ പ്രദക്ഷിണവും നടത്തിയിരുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ കടമുള്ള ദിവസമായി ആചരിച്ചിരുന്നു. വിശുദ്ധ കുർബാനയിലെ യേശുവിന്റെ സജീവ സാന്നിധ്യത്തെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകുകയും ആ വിശ്വാസത്തിൽ നമ്മെ ആഴപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഈ ദിനാചരണത്തിലൂടെ ലക്ഷ്യമാകുന്നത്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ചിലരെങ്കിലും വിശുദ്ധ കുർബാനയിലുള്ള യേശുവിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് സംശയമുള്ളവരാണ്. ഇത്തരക്കാർക്കുള്ള മറുപടിയായാണ് കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലുടനീളം ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ കുർബാനയിൽ കൂദാശ ചെയ്യപ്പെടുന്ന അപ്പവും വീഞ്ഞും യേശുവിന്റെ തിരുശരീര രക്തങ്ങളായി രൂപാന്തരപ്പെടുന്നു എന്നാണ് വിശ്വാസം. ഈ വിശ്വാസത്തെ ഉറപ്പിക്കുന്നവയാണ് 8-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലെ ലാൻസിയാനോയിൽ വിശുദ്ധ കുർബാനയിലുള്ള യേശുവിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് സംശയാലുവായ വൈദികന് മുൻപിൽ അപ്പം ശരീരമായും വീഞ്ഞ് രക്തമായും മാറിയതു മുതൽ വിളക്കന്നൂരിൽ ദിവ്യകാരുണ്യത്തിൽ ഈശോയുടെ മുഖം പ്രത്യക്ഷപ്പെട്ടതുവരെയുള്ള 100 കണക്കിന് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ. ഇവയോരോന്നും വിശ്വാസത്തെ ശക്തിപ്പെടുത്താനും ദൈവിക സാന്നിധ്യം അനുഭവിക്കാനും സഹായിക്കുന്നവയാണ്. വിശദീകരിക്കാനാവാത്ത പ്രതിഭാസമായിട്ടാണ് ഇവ വിലയിരുത്തപ്പെടുന്നത്. അനേക വർഷങ്ങളോളം വിശുദ്ധ കുർബാന മാത്രം ഭക്ഷണമായി സ്വീകരിച്ച് ജീവൻ നിലനിർത്തിയ മാർത്ത റൂബിനും തെരേസ ന്യൂമാനും പോലെയുള്ളവരുടെ ജീവിതങ്ങളും ദിവ്യകാരുണ്യത്തിന്റെ അത്ഭുതമായി നമുക്ക് മുൻപിലുണ്ട്. ആരാധനക്രമത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് പരിശുദ്ധ കുർബാന എന്നാണ് വിശുദ്ധ 10-ാം പിയൂസ് പാപ്പ പറഞ്ഞിട്ടുള്ളത്. സൂര്യൻ ഉദിക്കാത്ത ഒരു ദിവസത്തെക്കുറിച്ച് ഭാവനയിലെങ്കിലും സങ്കല്പിക്കാം. പക്ഷേ വിശുദ്ധ കുർബാനയില്ലാത്ത ഒരു ദിവസത്തെക്കുറിച്ച് എനിക്ക് സങ്കല്പിക്കാൻ പോലും ആവില്ല എന്ന് വിശുദ്ധ പാദ്രപ്പിയോ പറയുന്നു. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആചരിക്കുമ്പോൾ നമുക്ക് വിശുദ്ധ കുർബാനയിൽ കൂടുതൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യാം. അവർണ്ണനീയമായ ദാനത്തിന് കർത്താവേ അങ്ങേക്ക് നന്ദി എന്ന് പറയുകയും ചെയ്യാം.